ആദരണീയനായ സ്പീക്കറുടെ ഓരോ ദിവസത്തെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഓടിയെത്താൻ പ്രയാസമുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങളുടെ അത് സ്റ്റാഫിനും അതുപോലെ എനിക്കുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് സഞ്ചരിക്കുന്ന വേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നില്ല എന്നൊരു അത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള നമുക്കെല്ലാം മനസ്സിലുള്ള ഒരു അംഗീകാരം തന്നെയാണ് അത് വലിയ രീതിയിൽ ഇന്ത്യാ തലത്തിൽ കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ ഇവരെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ളവർക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. നമുക്കെല്ലാം തന്നെ സന്തോഷം പകരുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ആദരണീയനായ MLA അദ്ദേഹം വളരെ വലിയൊരു ലെഗസിയുടെ ഭാഗമായിട്ട് ഈ നിയമസഭയിലേക്ക് കടന്നു വന്ന ആളാണ്. മണ്ഡലത്തിൽ ഈ യുവ MLA എങ്ങനെ ഇടപെടുന്നു, അതുപോലെ നിയമസഭയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, അതുപോലെ നമ്മളെ ഈ പുതിയതായി നമ്മളിവിടെ ആവിഷ്കരിച്ചു വരുന്ന പുതിയ പദ്ധതികളിലെല്ലാം അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഡിജിറ്റൈസേഷൻ ആണെങ്കിലും അതുപോലെ മറ്റ് സഭാ TV പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെയും ഈ ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെയും ഈ ഒരു അവാർഡ് യൂത്ത് MLA അവാർഡ്, മാതൃകാ യൂത്ത് MLA അവാർഡ് നൽകി ആദരിച്ചു. ആ ആദരിച്ചതിന് ഞങ്ങൾക്കുള്ള നിയമസഭയിലെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അതിൽ നമുക്കിവിടെ പാർട്ടി ഭേദമോ പക്ഷഭേദമോ ഒന്നുമില്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ യുവാക്കൾക്കുള്ള പ്രാധാന്യം, യുവാക്കൾ നമ്മുടെ രാജ്യത്തും രാജ്യാന്തര പ്രദേശങ്ങളിലും രാജ്യങ്ങളിലുമുള്ള സംഭവവികാസങ്ങൾ പഠിക്കുന്നതിനും ആ രീതിയിൽ അറിവ് നേടുന്നതിനും ജനാധിപത്യ പ്രക്രിയയിൽ വളരെ ആഴത്തിൽ ഇടപെടുന്നതിനുമുള്ള അവസരം യുവതലമുറയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അൻപത്തേഴിലെ ഗവൺമെന്റ് തുടങ്ങി വെച്ച ജനാധിപത്യപരവും സുതാര്യവുമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള നിയമസഭാ പ്രവർത്തനത്തെ വളരെ സവിശേഷമായിട്ടുള്ള താല്പര്യത്തോടും സിദ്ധിയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ നിയമസഭാ പ്രവർത്തന ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിയമസഭയായി വൈവിധ്യമാർന്ന പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതായിട്ട് കാര്യം ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അവാർഡിനെ പരിഗണിച്ചപ്പോൾ കേരളത്തിൻ്റെതായി മികച്ച നിന്ന പ്രവർത്തനങ്ങളായിട്ട് അവാർഡ് സമിതി വിലയിരുത്തിയത് നിയമസഭാ പ്രവർത്തനങ്ങളെ സർഗാത്മകമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ ആദരണീയനായിട്ടുള്ള സ്പീക്കർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ നിയമസഭയിൽ ജനങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള വേർതിരിവ് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു നിയമസഭാ പ്രവർത്തനത്തെ, സുതാര്യമായ ഒരു നിയമസഭാ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. ഭരണഘടനയെ, രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനയുടെ അന്തസത്ത പുതുതലമുറയ്ക്ക് കൈമാറാനും സാധിക്കുന്ന മട്ടിലുള്ള ഭരണഘടനയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന വസ്തുതയെ ജനങ്ങളിലേക്ക്, വിശേഷിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഭരണഘടനാ ക്ലാസുകൾ, വിദ്യാർത്ഥികളുടെ പാർലമെന്റുകൾ ഒക്കെ തന്നെ സംഘടിപ്പിച്ച് പുതിയ തലമുറയെ ഭരണഘടനാ മൂല്യങ്ങളുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്താൻ സാധിക്കുന്നതാണ്.
നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതുണ്ടെന്ന് തോന്നി അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അത് നിർവഹിക്കണമെങ്കിൽ നല്ല വിശ്വസ്തതയും സ്നേഹസമൃദ്ധിയുമുള്ള നല്ല കൂട്ടാളികളാണ്. എൻ്റെ അനുഭവം ആഗ്രഹിക്കുന്നതെല്ലാം നടപ്പിലാക്കാൻ എൻ്റെ ഒപ്പം ഓടിയെത്തിയില്ല എന്ന് പറഞ്ഞതല്ല ശരി, എൻ്റെ മുന്നിൽ ഓടുന്ന നല്ലൊരു ഫാമിലി ഈ നിയമസഭ ഉണ്ടായിരുന്നു. അതിന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പലതരത്തിലുള്ള ഒബ്ലിഗേഷൻസും നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിയനുകളുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ, പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെ, വ്യതിയാനങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ നിയമസഭ ഒരു തീരുമാനമെടുക്കുന്നു അതിനെ പോസിറ്റീവായി കാണുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. അതിനെ പൂർണ്ണമായിട്ടും പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മുടെ നടപടികളെ വിജയിപ്പിക്കാൻ നന്നായി മുന്നിട്ട് വരുന്ന നല്ലൊരു സംഘമാണ് നമ്മുടെ സംഘം. ആ സംഘത്തിൻ്റെ വിജയമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും നേരിടുന്നത് ഈ വിജയത്തിൽ, ഈ നേട്ടത്തിൽ ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ നിയമസഭ ഈ വിധാനസഭയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് പറയാൻ എളുപ്പമാണെങ്കിൽ അത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും സമ്പൂർണ്ണമായി സഹകരിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് വിജയിപ്പിക്കുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല നിയമസഭാ സാമാജികരുണ്ട്, നല്ല ജനപ്രതിനിധികളുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം MLA-മാരും നല്ല ജനപ്രതിനിധികളാണ്. അതിൽ നിന്ന് നല്ല നിയമസഭാ സാമാജികനാകാനുള്ള വലിയൊരു പാലമുണ്ട്. ആ ഒരു പാലം കടന്നുകൊണ്ട് നിയമസഭാ പ്രവർത്തനങ്ങൾ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടുവാൻ എന്നെ പോലത്തെ ആളുകൾക്ക് ഒരു വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡിനെ കാണുന്നത്. അതിനുള്ള ഒരു നന്ദി, ഒരു അപ്രീസിയേഷൻ നൽകുവാൻ മനസ്സ് കാണിച്ച KLAയ്ക്കും പ്രത്യേകിച്ച് സെക്രട്ടറിക്കും ഒക്കെ എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.